സമഗ്ര നഗരനയം രൂപപ്പെടുത്തുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കേരള അർബൻ കോൺക്ലേവിന് കൊച്ചിയിൽ തുടക്കമായി. വോൾഗാട്ടി ഗ്രാൻഡ് ഹയാത്ത് കൺവെൻഷൻ സെന്ററിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ലോകം ഉറ്റുനോക്കുന്ന പല പദ്ധതികളും കേരളം യാഥാർത്ഥ്യമാക്കിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നഗരവൽക്കരണത്തിന്റെ ഭാഗമായി ഉയർന്നുവരുന്ന വെല്ലുവിളികളെ ഏറ്റെടുത്തും സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയും സർക്കാർ മുന്നോട്ടു പോവുകയാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് അടിസ്ഥാന സൗകര്യ വികസന രംഗത്തുൾപ്പെടെ വലിയ മുന്നേറ്റമാണ് ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സാധാരണക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള ഇടപെടലുകളിലൂടെ സർക്കാർ നഗരവൽക്കരണത്തെ അഭിസംബോധന ചെയ്ത് മുന്നോട്ട് പോവുകയാണെന്നും കേരള അർബൻ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തൊഴിൽ സംസ്കാരങ്ങൾക്ക് ചേരുന്ന വിധത്തിൽ നഗരവികസനം സാധ്യമാകണം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ അധിഷ്ഠിതമായ ട്രാഫിക് സംവിധാനങ്ങളും ഊർജ്ജ വിതരണ സംവിധാനങ്ങളും വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ഇവയുടെ ഗുണഫലങ്ങൾ എത്തരത്തിൽ ഉപയോഗപ്പെടുത്താം, ആ ചർച്ചയും ഉയർന്നു വരണം. അതുപോലെ തന്നെ മഹാമാരികളും മറ്റും ഉണ്ടാകുമ്പോൾ അത് ജനങ്ങളെ വലിയ തോതിൽ ബാധിക്കാത്ത തരത്തിൽ മാനേജ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നഗരങ്ങളിൽ ഉണ്ടാകേണ്ടതുണ്ട്. മന്ത്രി എം. പി. രാജേഷ് അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടാർ, വിദേശമന്ത്രിമാർ, സംസ്ഥാന മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുത്തു. നഗരനയം ആവിഷ്കരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മീഷന്റെ പഠന റിപ്പോർട്ട് അന്തിമമാക്കുന്നതിനായാണ് കോൺക്ലേവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളം നേരിടുന്ന കാലാവസ്ഥാ പ്രതിസന്ധി, ജനസംഖ്യാ സമ്മർദ്ദങ്ങൾ, തൊഴിൽ വിദ്യാഭ്യാസ മേഖലകളിലെ വെല്ലുവിളികൾ എന്നിവയ്ക്കുള്ള പരിഹാരങ്ങളും കോൺക്ലേവിൽ ചർച്ചയാകും. അന്തർദേശീയ പ്രതിനിധികൾ, ദേശീയ നയരൂപകർ, അക്കാദമിക് വിദഗ്ധർ, വ്യവസായ നേതാക്കൾ, NGOകൾ, യുവജനങ്ങൾ എന്നിവരടക്കം 1000-ലധികം പ്രതിനിധികളാണ് കോൺക്ലേവിൽ പങ്കെടുക്കുന്നത്. കൈരളി ന്യൂസ്, കൊച്ചി.